നമസ്കാരം. വർഷം 1977. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഇടനാഴികളിൽ ഭാവിയുടെ ഡോക്ടർമാർ അറിവ് തേടി നടന്നിരുന്ന കാലം. പഠനഭാരവും ഹോസ്റ്റൽ ജീവിതത്തിന്റെ രസങ്ങളും ഇടകലർന്ന ഒരു സാധാരണ കലാലയ അന്തരീക്ഷം. എന്നാൽ ഒരു രാത്രി ആ കോളേജിന്റെ ചരിത്രത്തിൽ മായാത്ത ഒരു കറുത്ത ചരിത്രം കുറിക്കപ്പെട്ടു. ഹോസ്റ്റലിലെ കൂട്ടുകാർക്കിടയിൽ നടന്ന ഒരു പന്തയം. ആ പന്തയം അവിശ്വസനീയമായ ഒരു ദുരന്തത്തിലേക്ക് വഴിതെളിച്ചു. ഒരു സംഘം വിദ്യാർത്ഥികൾക്കിടയിൽ നടന്ന ഒരു സംഭാഷണമാണ് ആ പന്തയത്തിന് തുടക്കമിട്ടത്. അർദ്ധരാത്രി 12 മണിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ പ്രവേശിക്കുക. അവിടെ നേരത്തെ തന്നെ മൃതദേഹത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സിഗരറ്റ് കണ്ടെടുക്കുക. ഇതായിരുന്നു ഭീകരമായ ആ പന്തയ വെല്ലുവിളി. കേൾക്കുമ്പോൾ തന്നെ നട്ടലിലൂടെ തണുപ്പ് ഇരച്ചു കയറുന്ന ഭയം. മരണത്തെക്കുറിച്ചും മൃതദേഹങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും രാത്രിയുടെ യാമങ്ങളിൽ ഒരു മോർച്ചറിക്കുള്ളിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നത് ആരുടെ മനസ്സിലും ഭയം നിറയ്ക്കുന്ന കാര്യമാണ്. പന്തയം ഏറ്റെടുത്ത ധൈര്യശാലിയായ ഒരു വിദ്യാർത്ഥി. മനസ്സിൽ ഭയമുണ്ടായിരുന്നിട്ടും അത് മറച്ചുവെച്ച് ഇരുട്ടിലൂടെ അവൻ മോർച്ചറിയെ ലക്ഷ്യമാക്കി നടന്നു. അവന്റെ ഓരോ ചുവടിലും ആകാംക്ഷയും ഭയവും ഇടകലർന്നിരുന്നു. മോർച്ചറിയുടെ തണുത്തുറഞ്ഞ വാതിൽ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് മെല്ലെ തുറന്ന് അവൻ അകത്തേക്ക് കടന്നു. മൃതദേഹങ്ങളുള്ള ആ മുറിയിലെ തണുപ്പും ദുർഗന്ധവും നിശബ്ദതയും അവനെ ഭയപ്പെടുത്തി. ഓരോ മൃതദേഹവും പരിശോധിച്ച് വിറയ്ക്കുന്ന കാലുകളോടെ അവൻ മുന്നോട്ടേക്ക് നടന്നു. ഏത് ദേഹത്തിലാണ് സിഗരറ്റ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നറിയാതെ അവനിലെ ധൈര്യം മെല്ലെ മെല്ലെ ചോർന്നു പോകാൻ തുടങ്ങി. തൊട്ടടുത്ത ഒരു മൃതശരീരത്തിൽ സിഗരറ്റ് കണ്ടപ്പോൾ അവൻ അതെടുക്കാൻ കൈനീട്ടി. എന്നാൽ ആ ഒരു നിമിഷത്തിൽ അവന്റെ ഹൃദയത്തിലൂടെ മിന്നൽ പാളികൾ മിന്നി മറഞ്ഞു. ആ മൃതദേഹം സിഗരറ്റ് വിഴുങ്ങിയതായി അവന് തോന്നി. ആ ഞെട്ടലിൽ അവന്റെ ഹൃദയം നിലച്ചുപോയി. ബോധരഹിതനായി അവൻ നിലം പതിച്ചു. ആ ഭീകരാന്തരീക്ഷം അക്ഷരാർത്ഥത്തിൽ അവനെ കൊന്നുകളഞ്ഞു. പിറ്റേന്ന് രാവിലെ മോർച്ചറിക്കുള്ളിൽ ഒരു വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയ വാർത്ത ആ കോളേജ് മുഴുവൻ പരന്നു. അത് പ്രേതബാധയാണെന്നും മോർച്ചറിയിലെ മൃതദേഹം ജീവനെടുത്തതാണെന്നും എല്ലാവരും വിശ്വസിച്ചു. ആ കോളേജിൽ ഒരു ഭയത്തിന്റെ നിഴൽ വീണു. എന്നാൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ആ സത്യം പുറത്തു വന്നു. അതൊരു പ്രേതബാധയല്ല, മറിച്ച് ഒരു കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തി. മൃതദേഹങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നത് മറ്റൊരു വിദ്യാർത്ഥിയായിരുന്നു. അതും മരിച്ചവന്റെ കൂട്ടുകാരൻ തന്നെ. പന്തയം ജയിക്കാൻ വേണ്ടി ഭയം സൃഷ്ടിക്കാനായി ആ മൃതദേഹത്തെ മറയാക്കി ഒളിച്ചിരുന്നതായിരുന്നു അവൻ. സിഗരറ്റ് എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഭയം ജനിപ്പിക്കാനായി അവൻ അനങ്ങുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. ആ നിമിഷത്തിലെ അമിതമായ ഭയം ഹൃദയസ്തംഭനം ഉണ്ടാക്കുകയും അങ്ങനെ ആ വിദ്യാർത്ഥി മരിക്കുകയും ചെയ്തു. ആ ക്രൂര വിനോദം ചെയ്ത കൂട്ടുകാരനെ കൊലപാതക കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. 1977 കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ഈ സംഭവത്തെ ആസ്പദമാക്കി മലയാളത്തിൽ ഒരു ചലച്ചിത്രമുണ്ടായിട്ടുണ്ട്. കെ പുഷ്പരാജന്റെ കഥയ്ക്ക് ഡോക്ടർ വി കെ പവിത്രൻ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ച് കെ പുഷ്പരാജൻ തന്നെ നിർമ്മിച്ച് പ്രേം നസീർ, മധു, ബാലൻ കെ നായർ, കുതിരവട്ടം പപ്പു, ശ്രീവിദ്യ, മണിയൻ പിള്ള രാജു, ശങ്കർ, രാമു, ക്യാപ്റ്റൻ രാജു എന്നിവർ അഭിനയിച്ച് 1983 ഓഗസ്റ്റ് 12 റിലീസ് ചെയ്ത ബേബി സംവിധാനം ചെയ്ത രാജപുഷ്പ ബാനറിന്റെ 130 മിനിറ്റുകളുള്ള ചലച്ചിത്രം മോർച്ചറി.